വെള്ളമുണ്ട മാവോവാദി NIA കേസ് പ്രതി രൂപേഷിന് 10 വർഷം തടവ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിവരങ്ങൾ. ഇപ്പോൾ ഈ വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധി വന്നിരിക്കുന്നു. NIA രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി രൂപേഷിന് 10 വർഷത്തെ തടവ് ശിക്ഷ ഇപ്പോൾ NIA പ്രത്യേക കോടതി വിധിച്ചു. കന്യാകുമാരിക്ക് ഇതിന് മറ്റൊരു പ്രതിയാണ് 6 വർഷത്തെ തടവ്, അനൂപ് മാത്യുവിന് 8 വർഷം തടവ്, ബാബുവിന് 6 വർഷം തടവ് എന്നിങ്ങനെയാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിട്ടുള്ളത്. ഈ വെള്ളമുണ്ട കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയുണ്ടായത്. തൊട്ടു പിന്നാലെയാണ് NIA കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചത്. NIAക്ക് വേണ്ടി S ശ്രീനാഥും അതോടൊപ്പം അർജുൻ അമ്പലപ്പറ്റയും ഹാജരാവുകയുണ്ടായി. രണ്ടുപേരും NIAയുടെ അഭിഭാഷകരാണ്. അല്പസമയം മുമ്പാണ് NIA കോടതി ഈ കേസിൽ ശിക്ഷ വിധിക്കുകയുണ്ടായത്. രൂപേഷിന് 10 വർഷം, കന്യാകുമാരിക്ക് 6 വർഷം, അനൂപ് മാത്യുവിന് 8 വർഷം, ബാബുവിന് 6 വർഷം. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ പ്രതികൾക്ക് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. NIA കേസ് പ്രതി രൂപേഷിന് 10 വർഷം തടവാണ് ഇപ്പോൾ ശിക്ഷ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ 1-ാം പ്രതിയാണ് രൂപേഷ്. അനൂപിനും ഒപ്പം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ശിക്ഷ വിധിക്കലുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഈ 1-ാം പ്രതി രൂപേഷ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇത്തരം ഒരു കേസിനെ കുറിച്ച് കാര്യമായ അറിവില്ല എന്നുള്ളതാണ്. ശിക്ഷിക്കപ്പെട്ടത് നിർഭാഗ്യകരം എന്നുമാണ് രൂപേഷ് കോടതിയിൽ പ്രതികരിച്ചത്. എന്തായാലും ഈ ശിക്ഷ വിധിക്കുമ്പോൾ അത് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ ആയിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ? ഈ ശിക്ഷാവിധിയുടെ മറ്റ് വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഘട്ടത്തിൽ ഈ മാവോയിസ്റ്റ് രൂപേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ പറഞ്ഞത് നിർഭാഗ്യകരം, ദൗർഭാഗ്യകരം എന്നുള്ളതാണ് പറയുകയുണ്ടായത്. പക്ഷേ കൂടുതൽ അനുകൂലമായ വിധിയൊന്നും തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. വാദത്തിനിടയിലും അങ്ങനെ വെള്ളമുണ്ട മാവോവാദി NIA കേസ് പ്രതി രൂപേഷിന് 10 വർഷം തടവ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.